ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു കൊറിയൻ രുചിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ യൂട്യൂബിലും അതേപോലെ തന്നെ ടിക്ടോക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫി, അത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം, അതിനെ കുറച്ച് വെറൈറ്റീസ്, അതിനെ കുറിച്ചാണ് റൈഡർ ഗൈസിന്റെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ റൈഡർ ഗൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം നമുക്ക് പാല് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു ക്രീം റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലേക്ക്, ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നെസ്കഫേൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. അവസാനമായി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല ചൂട് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഓർത്ത് വെക്കാൻ സുഖമാണ്. 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ എല്ലാം 1 ടേബിൾ സ്പൂണ്. ഇത് ഒരു ഗ്ലാസ്സിലേക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. നമുക്കിനി സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഉപയോഗിച്ചിട്ട് ഇതൊരു ക്രീം രൂപത്തിലാക്കിയെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബീറ്ററാണ്. നമുക്കിത് ബീറ്ററിലും മിക്സിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ക്രീം രൂപത്തിലാക്കിയെടുക്കാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ക്രീം രൂപത്തിലാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വിസ്കിലോ അല്ലെങ്കിൽ ഫോർക്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ 20 മിനിറ്റോളം നമ്മൾ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എന്നാലേ നമ്മളെ ഈ മിക്സ് ക്രീം രൂപത്തിലാവുള്ളൂ. നമ്മൾ എടുക്കുന്ന അളവ് 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന കാപ്പിപ്പൊടിയും പഞ്ചസാരയും വെള്ളമൊക്കെ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അത് ഒരു ഗ്ലാസ്സിലേക്കുള്ള അളവാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. വളരെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റും. ക്രീം ഈ ഒരു ലെവലിലാവുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല ക്രീം ആയിട്ടുണ്ട്. 3 വെറൈറ്റീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഹോട്ട് മിൽക്കിൽ ഉണ്ടാക്കാം. അതിന് ഗ്ലാസ്സിൽ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് നല്ല ചൂടുപാലെടുക്കുക. അതിനുശേഷം നമുക്ക് ക്രീം ആഡ് ചെയ്യാം. ഈ ക്രീം നമുക്ക് 1 ഗ്ലാസ്സിലേക്ക് മതിയെങ്കിൽ നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ വീതം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതിയാവും. ഇതിലേക്ക് ഷുഗറിൻ്റെ അളവ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ചേർക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ പാല് തിളപ്പിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ്സിലേക്ക് പാൽ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഗ്ലാസ്സിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യാം. അടുത്ത് നമുക്ക് ചൂടാറിയ പാൽ ഉണ്ടാക്കി നോക്കാം. ഇനി ഗ്ലാസിൻ്റെ 1/4 ഭാഗം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രീം ആഡ് ചെയ്യാം. നമ്മളെടുക്കുന്ന ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗം പാലും 1/4 ഭാഗം ക്രീമുമാണ്. പിന്നെ നമ്മൾ ടേസ്റ്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൂടുതലും കുറച്ചൊക്കെ എടുക്കാം. മൂന്നാമതായിട്ട് നമ്മൾ പാലില്ലാതെ തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ക്രീം ആഡ് ചെയ്യാൻ പോകുന്നത്. അതും കൂടെ നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ക്രീം ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഭാഗം ആ വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ആവും, പിന്നെ ആ ക്രീം മേലെ തന്നെ ഉണ്ടാവും. അങ്ങനെ നമ്മളെ ഡാൽഗോണ കോഫിയുടെ 3 വെറൈറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഡാൽഗോണ ക്രീം അത് മിൽക്കിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ആഡ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് മിക്സ് ആവില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 ലെയറായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഡാൽഗോണ കോഫി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു 10 മിനിറ്റിനകത്ത് നമുക്ക് പാലൊക്കെ തിളപ്പിച്ച് ഈ കോഫി ക്രീമൊക്കെ ആക്കി ഓൾറെഡി ആഡ് ചെയ്ത് നമുക്ക് 10 മിനിറ്റിനകം നമുക്ക് കുടിക്കാം. ആ ഒരു എത്രയും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് അത് ഡാൽഗോണ കോഫി. അത് അതിൽ ഉണ്ടാക്കിയതിൽ 3 വെറൈറ്റീസാണ് ഉണ്ടാക്കിയത്. ഒന്ന് ഹോട്ട് മിൽക്കിൽ, അതേപോലെ തന്നെ കോൾഡ് മിൽക്കിൽ, പിന്നെ സാധാ നമ്മളെ ചൂടാറിയ വെള്ളത്തിൽ. ഈ ഒരു 3 വെറൈറ്റീസാണ് ഉണ്ടാക്കിയത്. നമുക്ക് ഈ 3ാമത്തെ വെറൈറ്റീസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാ ചൂടാറിയ വെള്ളത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം. നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ പാലിൽ പഞ്ചസാര ചേർത്തുകൊണ്ട് അതിൽ കുഴപ്പമില്ല. ഇതിൽ നമുക്ക് വേണ്ടത്ര പഞ്ചസാര ചേർക്കണം. കാരണം ചൂടാറിയ വെള്ളമാണ്. അപ്പോൾ അതിൽ നമ്മൾ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ മധുരം അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയുന്നത് നമ്മൾ തണുത്തൊരു കാപ്പീൻ്റെ ടേസ്റ്റാണ്. പിന്നെ ഈ ക്രീമിൻ്റെ ഒരു കയ്പും ആ ഒരു മധുരവും കൂടി മിക്സ് ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നല്ല രസമാണ്. ഈ 3 വെറൈറ്റീസും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കോഫിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു. അപ്പോൾ റൈഡർ ഗൈസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സുഫി സൈനിങ് ഓഫ്.